ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ച കരാട് തോറ്റു. 84 അംഗ പാനൽ അംഗീകരിച്ചു. സിപിഎമ്മിനെ എം.എ. ബേബി നയിക്കും. മധുര. സി.പി.എം ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബി. പി.ബി യോഗത്തിൽ എം.എ. ബേബിയുടെ പേര് അംഗീകരിച്ചു. വോട്ടെടുപ്പില്ലാതെയാണ് പി.ബി എം.എ. ബേബിയെ നേതൃസ്ഥാനത്തേക്ക് അംഗീകരിച്ചത്. നേരത്തെ ബേബിയെ എതിർത്ത ബംഗാൾ ഘടകം പിന്നീട് പിന്മാറിയിരുന്നു. എ.എം.എസിന് ശേഷം സി.പി.എം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന കേരള ഘടകത്തിൽ നിന്നുള്ളയാളാണ് എം.എ. ബേബി. മഹാരാഷ്ട്ര, യു.പി ഘടകങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരമുയർന്നു. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സി.ഐ.ടി.യു ദേശീയ വൈസ് പ്രസിഡന്റും മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ഡി.എൽ. കരാട് പരാജയപ്പെട്ടു. 729 പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 31 വോട്ടുകൾ മാത്രമാണ് കരാടിന് ലഭിച്ചത്. ഇതോടെ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ടുവെച്ച 84 അംഗ പാനൽ അംഗീകരിക്കപ്പെട്ടു. എല്ലാവർക്കും പ്രാതിനിധ്യം വേണമെന്നും ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായാണ് മത്സരിച്ചതെന്നും കരാട് വ്യക്തമാക്കി. മഹാരാഷ്ട്ര, യു.പി ഘടകങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ പട്ടികയെ എതിർത്തതിനെ തുടർന്നാണ് മത്സരം നടന്നത്. കേന്ദ്ര കമ്മിറ്റി പാനലിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന് ആരോപിച്ച യു.പി, മഹാരാഷ്ട്ര ഘടകങ്ങൾ എതിർപ്പുന്നയിച്ചതോടെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരം നടന്നത്. അപൂർവമായാണ് സിസിയിലേക്ക് മത്സരത്തിന് അരങ്ങൊരുങ്ങിയത്. കേരളത്തിൽ നിന്ന് 3 പേരെ സി.പി.എം കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. എൽ.ഡി.എഫ് കൺവീനർ ടി.പി രാമകൃഷ്ണൻ, സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ, കെ.എസ്. സലീഗ എന്നിവരെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. പി.കെ. ശ്രീമതിയും കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. ഉദ്ഘാടനത്തിനു പിന്നാലെ പാമ്പൻ പാലത്തിൽ തകരാർ. വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ താഴ്ത്താനായില്ല. പ്രശ്നം പരിഹരിച്ചു. ചെന്നൈ. ഉദ്ഘാടനത്തിനു പിന്നാലെ പുതിയ പാമ്പൻ പാലത്തിനു സാങ്കേതിക തകരാർ. ഉദ്ഘാടനത്തിനു പിന്നാലെ രാമേശ്വരത്തുനിന്ന് താമ്പരത്തേക്കുള്ള പുതിയ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. തുടർന്ന് പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി തീരസംരക്ഷണ സേനയുടെ ചെറുകപ്പലടിയിലൂടെ കടത്തിവിട്ടു. പിന്നീട് ലിഫ്റ്റ് സ്പാൻ താഴ്ത്താൻ കഴിഞ്ഞിരുന്നില്ല. വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാനിന്റെ ഒരു ഭാഗത്തായിരുന്നു പ്രശ്നം. തുടർന്ന് അറ്റകുറ്റപ്പണിയിലൂടെ ഇത് പരിഹരിക്കുകയായിരുന്നു. കൂടുതൽ പരിശോധനകൾ പാലത്തിൽ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതിനു പിന്നാലെയാണ് തകരാർ റിപ്പോർട്ട് ചെയ്തത്. രാമേശ്വരത്തെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 110 വർഷം പഴക്കമുള്ള പാലത്തെയാണ് പുനർനിർമ്മിച്ചത്. 99 തൂണുകളോട് കൂടിയ പാലത്തിന് 2.08 കിലോമീറ്ററാണ് നീളം. കാലപ്പഴക്കത്തെ തുടർന്ന് 2002 ഡിസംബറിൽ പാലം ഡീകമ്മീഷൻ ചെയ്തു. ഇതേ തുടർന്നാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിക്കാൻ ആരംഭിച്ചത്. പഴയ പാലത്തിൽ ലിഫ്റ്റ് സ്പാൻ രണ്ടായി വേർപെടുത്തി ഇരുവശത്തേക്കും ഉയർത്തുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ലിഫ്റ്റ് സ്പാൻ ലംബമായി ഉയർത്തുന്ന സംവിധാനമാണ് പുതിയ പാലത്തിലുള്ളത്. ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണിത്. 72.5 മീറ്റർ നീളമുള്ള ലിഫ്റ്റ് സ്പാൻ 5 മിനിറ്റ് കൊണ്ട് ഉയർത്താനാകും. ആശുപത്രിയിൽ പോകുന്നതിന് ഭർത്താവ് എതിര്. വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി മരിച്ചു. മലപ്പുറം കോഡൂരിൽ വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി മരിച്ചു. ചട്ടിപ്പറമ്പ് സ്വദേശിനിയായ ആസ്മയാണ് മരിച്ചത്. 5ാമത്തെ പ്രസവത്തിലാണ് യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലായിരുന്നു യുവതിയുടെ പ്രസവം. ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിന് ഭർത്താവ് സിറാജ് എതിരായതോടെയാണ് യുവതിക്ക് വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത്. അമ്പലപ്പുഴ സ്വദേശിനിയാണ് മരിച്ച അസ്മ. അതിനിടെ അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലെത്തിച്ച് സംസ്കരിക്കാനുള്ള നീക്കം പെരുമ്പാവൂർ പോലീസ് ഇടപെട്ട് തടഞ്ഞു. സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർ പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് മൃതദേഹം സംസ്കരിക്കാനുള്ള നീക്കം തടഞ്ഞത്. പോലീസ് എത്തി അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം പോലീസ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാതച്ചുഴി രൂപപ്പെട്ടു. സീസണിലെ ആദ്യ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാതച്ചുഴി രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളുടെ മലയോര മേഖലയിലുമാണ് കൂടുതൽ സാധ്യത. തിങ്കളാഴ്ച മുതൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേനൽ മഴയിൽ ചെറിയ കുറവിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറുകയും നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടത്തിന് സമീപം ഇടിമിന്നലേറ്റ് വീട് തകർന്നു. കഷ്ടിച്ചാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. കോഴിക്കോട് ഇടിമിന്നലേറ്റ് ഒരു സ്ത്രീ മരിച്ചു. കോട്ടയം മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് വനിതകളായ 5 പേർക്ക് ഇടിമിന്നലേറ്റു. കാസർകോട് കോളംകുളത്ത് ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീവണ്ടിയിൽ നിന്ന് കുഞ്ഞുമായി കടന്നു. കരച്ചിൽ കേട്ട് ഓട്ടോക്കാരുടെ സംശയം തുണയായി. പ്രതി പിടിയിൽ. പാലക്കാട് അച്ഛനമ്മമാർക്കൊപ്പം തീവണ്ടിയിൽ ഉറങ്ങിക്കിടന്ന 1 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം.
പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിൽ കുഞ്ഞിനെ രക്ഷിച്ചു. പ്രതി തമിഴ്നാട് ദിണ്ടിഗൽ പെരുമാൾപ്പെട്ടി വെട്രിവേൽ 32 അറസ്റ്റിലായി. ഭിക്ഷാടനത്തിനായാണ് ഇയാൾ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. ഒഡീഷയിൽ നിന്ന് ജോലിക്കായി ആലുവയിലേക്ക് വരികയായിരുന്ന റായ്ഡ് സ്വദേശികളായ മനസ് ദങ്കാരിയുടെയും ഹമീസയുടെയും മകൾ താൻസികയെയാണ് വെട്രിവേൽ തട്ടിയെടുത്തത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ് സംഭവം. യാത്രക്കിടെ ഉറങ്ങിപ്പോയ ദമ്പതിമാരുടെ സമീപത്തുനിന്നാണ് ഇയാൾ കുട്ടിയെ എടുത്തത്. പിന്നീട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി വണ്ടി തൃശൂരെത്തിയപ്പോഴാണ് ദമ്പതിമാർ കുട്ടിയെ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഉടൻ RPF ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ പാലക്കാട്ട് കണ്ടെത്തിയ വിവരം അറിഞ്ഞത്. ഇരുവരും പിന്നീട് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയെ ഏറ്റുവാങ്ങി. ഒഡീഷയിൽ നിന്ന് വ്യാഴാഴ്ചയാണ് ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിൽ മനസ് ദങ്കാരിയും ഹമീസയും ആലുവയിലേക്ക് പുറപ്പെട്ടത്. ആലുവയിൽ അലുമിനിയം പാത്രക്കമ്പനിയിലാണ് ജോലി. 11 വർഷമായി ഇവർ സ്ഥിരമായി ജോലിക്കായി കേരളത്തിലെത്തുന്നുണ്ട്. യാത്രക്കിടെ ഉറങ്ങി എണീക്കുമ്പോൾ കുഞ്ഞൊപ്പമുണ്ടായിരുന്നില്ലെന്ന് ഹമീസ പറഞ്ഞു. ടൗൺ നോർത്ത് സ്റ്റേഷൻ ASI സജീവൻ, SCPO ശബരി, ശരത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പ്രതിയെ റെയിൽവേ പോലീസിന് കൈമാറി. വെട്രിവേലിനെ കോടതി റിമാൻഡ് ചെയ്തു. ദിണ്ടിഗൽ, സേലം എന്നിവിടങ്ങളിലെ മോഷണക്കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോടഞ്ചേരി ആം ഓഫ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വയോജന സൗഹൃദ സമ്പർക്ക പരിപാടിയായ റാന്തലിന്റെയും ആം ഓഫ് ഹോപ്പ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ പാറമല വയോജന കേന്ദ്രത്തിൽ വെച്ചു കമ്മ്യൂണിറ്റി വോളണ്ടിയർ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകയും പാലിയേറ്റീവ് വോളണ്ടിയർ ട്രെയിനറുമായ മറിയാമ്മ ബാബു ക്ലാസുകൾ നയിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ആം ഓഫ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഫാദർ പോൾ മരിയ പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാറമല വയോജന കേന്ദ്രം സെക്രട്ടറി മേഴ്സി തോമസ് കായത്തറ നന്ദി പറഞ്ഞു. പാലിയേറ്റീവ് വോളണ്ടിയർമാരായ ത്രേസ്യ ചോലിക്കര, ടോണി ജോസ് ചൂരപ്പൊയ്കയിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒറ്റപ്പെടുത്താനുള്ള നീക്കം ചെറുക്കും മാർ ജോസഫ് പാംപ്ലാനി, കോഴിക്കോട് വഖഫ് നിയമഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ സഭാനേതൃത്വം കേരളത്തിലെ MPമാരോട് ആവശ്യപ്പെട്ടത് അപരാധമായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വഖഫ് വിഷയം സാമുദായികമല്ല, സാമൂഹിക നീതിയുടെ വിഷയമായാണ് കണക്കാക്കുന്നത്. വഖഫിന്റെ പേരിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ചെറുക്കും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് തീരെഴുതി കൊടുത്ത ജനതയല്ല ക്രൈസ്തവരെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന ക്രൈസ്തവ അവകാശ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ പാംപ്ലാനി. സഭയ്ക്ക് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ അവകാശമുണ്ട്. ബില്ലിനെ പിന്തുണയ്ക്കാൻ MPമാരോട് ആവശ്യപ്പെട്ടതിന് വർഗീയമായി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് അധിക്ഷേപിക്കുകയാണ്. വലിയ വെല്ലുവിളികളാണ് ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇതൊരു സമരപ്രഖ്യാപനം തന്നെയാണ്. സമരം ചെയ്യാനിറങ്ങുക അത്രമേൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമരം ചെയ്യാനിറങ്ങി എന്നത് വസ്തുതയാണെങ്കിൽ വെച്ചകാൽ പിന്നോട്ടില്ല. ഉത്തരവാദപ്പെട്ടവർ അത് മനസ്സിലാക്കിയാൽ അവർക്കുനിന്ന് ക്രൈസ്തവ സമുദായത്തിന് അർഹമായത് നൽകിയേ മതിയാവൂ. ഏതെങ്കിലും ഒരു സമുദായം മാത്രം വളരുക എന്നത് ശരിയല്ല. അത് തിരുത്തേണ്ടതാണ്. അതാണ് നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ഇച്ഛാശക്തിയുള്ള ആളാണ്, കാര്യപ്രാപ്തിയുള്ളയാളാണ്. എന്നാൽ ഒന്ന് ചോദിക്കുന്നു, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ്? ഇത് ക്രിസ്ത്യൻ സമുദായത്തോടുള്ള അവഹേളനമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇനിയും റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സമുദായം നിർബന്ധിതമാകും. ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ ഫിക്സഡ് ഡെപ്പോസിറ്റായി കരുതിയ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ഓർത്താൽ നന്ന്. വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാം. കൃഷിയിടത്തിൽ എത്തുന്ന പന്നികളെ ഇനി കാട്ടുപന്നികളായി കണക്കാക്കില്ല, യഥേഷ്ടം കൈകാര്യം ചെയ്യും. കർഷകരുടെ വീടുകളിൽ എത്തി ചട്ടിയുടെ മൂടി തുറക്കുന്ന പരിപാടി ഇനി നടക്കില്ല. വന്യജീവി പ്രതിരോധ സേനയെ തന്നെ ഇതിനായി നിയോഗിക്കും. ഇവർക്ക് അനധികൃതമായി കൃഷിയിടത്തിലെത്തുന്ന വനപാലകരെ പ്രതിരോധിക്കേണ്ടിവരും. ജബൽപുരിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചു. ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയമായി സംഘടിക്കണമെങ്കിൽ അതിനും തയ്യാറാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. കാർഷിക മേഖലയിൽ നിന്നും നാം കുടിയിറക്കപ്പെട്ടു കണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ കണ്ണുതുറക്കേണ്ട സമയമാണിത്. ഏറ്റവും ശക്തമായി പോരാടേണ്ട സമയമാണിത്. വനപാലകർ വീട്ടിൽ പന്നിയിറച്ചിയുണ്ടോ എന്ന് ചോദിച്ചു വരാൻ ധൈര്യപ്പെടരുത്. അതിനുള്ള കൂട്ടായ്മ രൂപീകരിക്കും. വനം മന്ത്രിക്ക് കണ്ണില്ല, ആരോ എഴുതി കൊടുക്കുന്നതിന് താഴെ ഒപ്പിടുന്ന ആളായി മന്ത്രി മാറി. കഴിവില്ലെങ്കിൽ രാജിവെച്ചു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് ചാക്കോ കാളമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ 19 ആവശ്യങ്ങളടങ്ങിയ അവകാശ പ്രഖ്യാപനം നടത്തി. താമരശ്ശേരി രൂപത വികാരി ജനറൽ മോൺസിംഗോർ ഏബ്രഹാം വയലിൽ, ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ, ക്രിസ്ത്യൻ ചർച്ച് കൗൺസിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് തോമസ്, സെക്രട്ടറി ഷാജി കണ്ടത്തിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ബെന്നി ലൂക്കോസ്, ഗ്ലോബൽ സെക്രട്ടറി ജോസുകുട്ടി ഒഴുകിയിൽ, അൽമായ ഫോറം സെക്രട്ടറി ജോർജ് കോയിക്കൽ, കൗൺസിലർ അൽഫോൺസ മാത്യു,
KCYM താമരശ്ശേരി രൂപത പ്രസിഡന്റ് റിച്ചാർഡ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. പുതുപ്പാടിയിൽ MDMA പിടികൂടി. താമരശ്ശേരി പുതുപ്പാടി പഞ്ചായത്ത് ബസാറിൽ വെച്ച് 7 ഗ്രാം MDMA പിടികൂടി. പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ റോഡിൽ ലഹരിവിരുദ്ധ സമിതി പ്രവർത്തകർ ബോർഡുകൾ സ്ഥാപിക്കുന്ന അവസരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ 5 പേരെ കാണുകയും ഇവരുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ MDMAയും പേക്ക് ചെയ്യാനായി ഉപയോഗിക്കുന്ന കവറുകളും ഉപേക്ഷിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. MDMA വിഴുങ്ങി മരിച്ച ഷാനുദ്ദീന്റെ സുഹൃത്തുക്കളായ യുവാക്കളാണ് രക്ഷപ്പെട്ടവരെന്ന് സംശയിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. രാവിലെ 11 മണിക്കായിരുന്നു സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. കൂടരഞ്ഞി മാസപ്പടി കേസിൽ മകൾ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കൂടരഞ്ഞി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് പാതിപാതിപറമ്പിൽ, സിബു തോട്ടത്തിൽ, ജോസ് പള്ളിക്കുന്നേൽ, മണി എടത്തുവീട്ടിൽ, ഷാജി പൊന്നമ്പയിൽ, മോളി വാതല്ലൂർ, സണ്ണി കിഴുക്കരക്കാട്ട്, ജോർജ് വലിയകട്ട, ജോർജ് കുട്ടി കക്കാടമ്പയിൽ, നിസാറ ബീഗം, ജോണി വാളിപ്ലത്തിൽ, അനിഷ പനച്ചിയിൽ എന്നിവർ പ്രസംഗിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ